അങ്ങനെ 10:30 തുടങ്ങുമെന്ന് പറഞ്ഞ പള്ളിയായിട്ട് തുടങ്ങിയപ്പോഴത്തേനും 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പലത്തിന്റെ അടുത്തെത്തിയപ്പോൾ കൊട്ടയായിട്ട് തുടങ്ങിയെന്ന് വിചാരിച്ച് ഓടിയതാ, പക്ഷെ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാ തുടങ്ങിയത്. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഒരു പ്രാവശ്യം കണ്ടതാണ് പള്ളിവേട്ട. അന്ന് അച്ഛന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങളെടുത്ത് പിടിച്ച് ഇതൊക്കെ കാണാൻ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നത് ഇതാ ഇപ്പോഴാണ്. ശാന്തിയൊക്കെ വന്നു, എന്തൊക്കെയോ പൂജ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. ശരിക്കും പള്ളിവേട്ട എന്താന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. കുറെ ചെടീന്റെ കമ്പ് ഒത്തതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി വെക്കും കാട് പോലെ. അതിൽ കുറെ പഴങ്ങൾ, മാങ്ങ, പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഈ വേടൻ എന്തോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കും. അങ്ങനെ എന്തോ ആണ് സംഭവം എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ വേടന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ കിട്ടിയിട്ടുണ്ട്. ഇനി അതും പിടിച്ചുകൊണ്ട് തുള്ളിക്കൊണ്ട് അമ്പലത്തിലോട്ട് പോകും. വേടൻ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൽ വെച്ചേക്കുന്ന പഴങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോണ്ട് പോരാം. പണ്ട് ഞങ്ങൾക്ക് കുറെ മാങ്ങയും പുളിയും പഴവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ പള്ളിയിടയ്ക്ക് പോപ്പറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വേടൻ അമ്പലത്തിലോട്ട് കയറി. ഇതിന്റെ ഇടയിൽ അവിടെ എന്തോ ചെറിയൊരു ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അധികം ആൾക്കാരൊന്നും അമ്പലത്തിലോട്ട് കയറി കണ്ടില്ല. ഞങ്ങൾ അമ്പലത്തിൽ കയറി എന്താണെന്നൊന്ന് നോക്കി. വേടൻ അമ്പലം പ്രദക്ഷിണം ചെയ്തു വന്നു. എന്നിട്ട് നടേന്റെ അവിടെ പോയി എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. കൊടി ഇറങ്ങുന്ന കാണാൻ നിന്നില്ല. കുറച്ചൊരാൾക്ക് കണ്ടിട്ട് ഞങ്ങളിങ്ങ് പോന്നു. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ എടുത്തത് ഞങ്ങളുടെ ചേച്ചിയാണ് കേട്ടോ. ഇത്രയും ദിവസം ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ സൗണ്ട് അത്യാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.